Meet the editors. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് എടുത്തു പോകാം. എല്ലാവർക്കും ഒരു 1.5 മിനിറ്റ് വീതം സംസാരിക്കാൻ സമയം കിട്ടും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം തുടരുകയാണ്. രാജിയുടെ കാരണം അറിയണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കാനാണ് രാജിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു. CPIM പൊളിറ്റ് ബ്യൂറോ ആശങ്ക രേഖപ്പെടുത്തി. ഈ രാജി ആശങ്കപ്പെടുത്തുന്നതോ എന്നതാണ് ചോദ്യം. നികേഷ് സാർ, എന്തിനാണ് ആ രാജി? നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ചിലപ്പോൾ അത് വർത്തമാന പത്രങ്ങളിലോ ടെലിവിഷനിലോ നമ്മൾ അറിയാൻ പോകുന്നില്ല. പിന്നീട് പുസ്തകങ്ങളിലൂടെ ആയിട്ടായിരിക്കും എന്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് നമ്മൾ അറിയാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓർമ്മയില്ലേ, 2020 അശോക് ലവാസെ എന്ന് പറഞ്ഞൊരാൾ അന്നത്തെ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വയലേഷൻസ് സംബന്ധിച്ച് ഒരു ക്ലീൻ ചിറ്റ് നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയത്. നോക്കുക, ലവാസെ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ട ആളായിരുന്നു. പക്ഷേ ലവാസെ പിന്നീട് മനിലയിലേക്ക് നാട് കടത്തപ്പെട്ടു. മനിലയിൽ ADB ഉദ്യോഗസ്ഥനായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വരുന്നു. അതുപോലെ തന്നെ ലവാസെ തന്നെ പെഗാസസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സർവീസാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നരേന്ദ്രമോദി 2014 മുതൽ തുടങ്ങി 2019 കുറച്ചുകൂടി അഗ്രസീവായി വന്നു എന്നുള്ളതാണ്. ഇവിടെ പേഴ്സണൽ റീസൺ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജിക്ക് കാരണമായിട്ട് വ്യക്തിപരമായ കാരണമാണ് പറയുന്നത്. വ്യക്തിപരമായ കാരണം എന്താണ്? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഈ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. അങ്ങനെ ഈ ഒരു 4-5 ദിവസം മാത്രം 98 കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ലോകത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇല്ല. അങ്ങനെയുള്ളൊരു ഫുൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നുള്ളതാണ്. ആ ഫുൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്നു. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. VVPAT വിഷയത്തിലെ ഇന്ത്യ ബ്ലോക്ക് 8 മാസം മുമ്പ് അദ്ദേഹത്തിനോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ SBI സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായ നിലപാടെടുത്ത വിഷയമാണ്. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിയാക്ഷൻ പറയുന്നില്ല എന്നുള്ളതാണ്. ഈ ബെല്ലടക്കമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ BJPക്കാരെ ഡയറക്ടർമാരായി നിയമിച്ച കാര്യത്തിനകത്ത് ഇവർക്ക് ഇലക്ഷൻ കമ്മീഷന് അത് പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശേഷിക്കുന്നത്. സ്വാഭാവികമായും ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടതുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെ അല്ല ഇത്. ഒരു അരുന്ധതി റോയ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മോറൽ കോമ്പാസ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ആ ഏറ്റുമുട്ടലിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ വായിച്ചിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലായാലും പിന്നീടുള്ള ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലായാലും എല്ലാം തന്നെയും. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണെന്ന് എന്തുകൊണ്ട് ഞാൻ രാജിവെച്ചു എന്ന് പറയണം എന്നുള്ള ഒരു സ്വാഭാവിക നീതിയില്ലേ. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇദ്ദേഹമാണ് അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവേണ്ടത്. അങ്ങനെ ആകേണ്ടയാൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാജി പ്രഖ്യാപിച്ച് പോവുക എന്ന് പറയുമ്പോൾ രാജ്യം അത് അറിയേണ്ടതില്ല എന്ന് കരുതുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതൊന്നും നമുക്കതിനുള്ള ബാധ്യത അറിയാനുള്ള നമ്മുടെ ഒരു അവകാശത്തെ ചവിട്ടിമതിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് ആശങ്കാജനകമാണ്. ഈ സിറ്റുവേഷൻ ആശങ്കാജനകമാണ്. സ്മൃതി മാഡം, ഈ പേഴ്സണൽ റീസൺസ് അതാണ് ഇപ്പോൾ ഗോയലിന്റെ രാജിയിൽ കൃത്യമായി സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രാജി വെക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ നിർബന്ധിച്ചു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? അറിയില്ല. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള ഭിന്നതയാണ് എന്ന രൂപത്തിലുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കൂടി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പരിശോധിക്കാൻ പോയ ശേഷം ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അരുൺ ഗോയൽ അതിൽ നിന്ന് വിട്ടുനിന്ന് പെട്ടെന്ന് ഡൽഹിക്ക് പോവുകയും രാജീവ് കുമാർ ഒറ്റയ്ക്ക് വാർത്താ സമ്മേളനം നടത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അദ്ദേഹം രാജി നൽകിയ ദിവസം തന്നെ പ്രസിഡന്റ് അത് സ്വീകരിച്ചിരിക്കുന്നു. അന്ന് തന്നെ അതേ ഡേറ്റിൽ തന്നെ അത് സ്വീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. നേരത്തെ അശോക് ലവാസയുടെ കാര്യം
നേരത്തെ എം പി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചല്ലോ. അശോക് ലവാസ രാജി നൽകിയെങ്കിലും അത് 13 ദിവസത്തിന് ശേഷമാണ് അത് സ്വീകരിച്ചത്. അതിനുശേഷമാണ് അത് ക്രമപ്പെടുത്തിയത്. അതേ ദിവസം തന്നെ രാജി സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. 2022 നവംബർ 21-നാണ് അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. അന്ന് അതിനു മുമ്പ് അദ്ദേഹം കൽക്കരി വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം VRS എടുക്കുന്നു. ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അത് കോടതിയിൽ വരെ ചോദ്യം ചെയ്യപ്പെട്ട വിഷയമാണ്. ഇനി ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ എങ്ങനെയൊക്കെ സർക്കാർ ഇടപെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയമിക്കണം എന്നതിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരുന്നു. ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയായിരിക്കണമെന്ന് പറഞ്ഞു. അതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നിയമ ഭേദഗതി തന്നെ സർക്കാർ നടത്തുകയും അതിന് പകരം ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയെ കൂടി നിർദ്ദേശിക്കും. ആ രൂപത്തിൽ ഭൂരിപക്ഷം സർക്കാരിന് ഭൂരിപക്ഷ തീരുമാനം എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനമായി മാറ്റുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തീയതി തന്നെ പ്രഖ്യാപിക്കുന്നത് കമ്മീഷൻ നീട്ടിക്കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രിക്ക് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടക്കാനുള്ള സമയം നീട്ടി നൽകുകയാണ് എന്ന വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് അരുൺ ഗോയൽ ആലോചിക്കുന്നത്? ഇനി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എങ്ങനെ വന്നാലും ഇപ്പോൾ 2 ഒഴിവുണ്ട്. ആ ഒഴിവ് എങ്ങനെ നികത്തപ്പെടും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ആ ഒഴിവ് നികത്തപ്പെടുക സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെയായിരിക്കും. അപ്പോൾ സർക്കാരിന് താല്പര്യമുള്ളവരായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരിക. അങ്ങനെ അല്ലാതിരുന്ന അശോക് ലവാസയ്ക്ക് എന്താണ് അനുഭവം ഉണ്ടായതെന്നും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത് ആശങ്കപ്പെടുന്ന വിഷയം തന്നെയാണ്. ഓക്കെ, ഉണ്ണി സാർ, മാർച്ച് 15-നകം ഈ 2 പേരെയും നിയമിക്കുന്നതിനായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് PTIയിൽ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടാവില്ലേ? നോക്കൂ, ഇപ്പം 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ട് അന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അല്ലേ? പാലക്കാട് പിന്നെ വരുന്ന വെള്ളിയാഴ്ചയല്ലേ? അതെ. 15-ാം തീയതിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. അവസാനം പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലനുസരിച്ച് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഈ 3 പേരും കൂടി ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയുള്ള 2 പേരെ തീരുമാനിക്കുക. അപ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടി തീരുമാനിക്കുന്നതായിരിക്കും ഇവർ നടപ്പാക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സ്മൃതി സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം, ഇതിനകത്ത് വലിയൊരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച ഈ അശോക് ഗോയലും രാജീവ് കുമാറും ബംഗാളിലുണ്ടായിരുന്നു, കൊൽക്കത്തയിലുണ്ടായിരുന്നു. അവരൊരുമിച്ചിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അരുൺ ഗോയൽ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടങ്ങിപ്പോകുമ്പോഴാണ് ഹെൽത്ത് റീസൺ ആയതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 8-ാം തീയതി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടൊരു യോഗമുണ്ടായിരുന്നു. അതിന് മുമ്പ് വരെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ വന്നിരുന്നു. 8-ാം തീയതി ഈ യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം രാജിക്കത്ത് അയച്ചിരിക്കുന്നത്. അത് ദ്രൗപദി മുർമുവിന് നേരിട്ട് അയച്ചിരിക്കുകയാണ്, കോപ്പി കൊടുത്തിട്ടില്ല ഈ രാജീവ് കുമാറിന്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബംഗാളിൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആംഡ് ഫോഴ്സസുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാറും അരുൺ ഗോയലുമായി തർക്കമുണ്ടായിരുന്നു എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടുള്ള യോഗം ഇയാൾ ക്വിറ്റ് ചെയ്യുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു താല്പര്യം കേന്ദ്ര സർക്കാരിന് ബംഗാളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ താല്പര്യത്തിന് വിഘാതമായിട്ട് അരുൺ ഗോയൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും. ഈ രാജീവ് കുമാർ എന്ന് പറഞ്ഞ കക്ഷി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അടിമയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ലവാസയും രാജീവ് കുമാറുമായിട്ടുണ്ടാകുന്ന തർക്കം. എന്താണ് ആ തർക്കം? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മോഡി ലംഘിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണല്ലോ ലവാസ. ആ ലവാസ അത് നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണല്ലോ രാജീവ് കുമാറുമായിട്ട് തർക്കമുണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ രാജീവ് കുമാർ എന്താ ചെയ്യുന്നത്? രാജീവ് കുമാർ പരിപൂർണമായും മോഡിയുടെ ഭക്തനും മോഡിയുടെ ഒരു പോണുമാണ്, ഒരു കാലാളുമാണ്. അതേ വിഷയം അരുൺ ഗോയലുമായിട്ടും ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടാവും. ഒരു പ്രത്യേക താല്പര്യം എന്തായാലും ബംഗാളിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ താല്പര്യത്തിന് വിഘാതമായ അരുൺ ഗോയൽ നിന്നിട്ടുണ്ട്. പിന്നെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ച് പോയിരിക്കുന്നത്. നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഇനിയിപ്പം പിൽക്കാലത്ത് അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നെ ഇവിടെ സ്മൃതി ഒരു ആശങ്ക പ്രകടിപ്പിച്ചത് ഈ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമെന്നാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെട്ടെന്ന് രാജിവെച്ചിട്ടുള്ള ആൾ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അത് പറഞ്ഞത്. അപ്പോൾ
അതിനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷേ അത് വളരെ ദുരൂഹമാണ്. ഇനി നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ആശങ്ക നമുക്ക് വേണ്ടത്. അതായത് മുൻകാലത്ത് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും കൂടി ഇരിക്കുന്ന ഒരു കമ്മിറ്റിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പിനെയൊക്കെ തീരുമാനിക്കുക. അത് ഇത്ര സുതാര്യമായൊരു കമ്മിറ്റിയാണ്. നോക്കൂ, വേണമെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനും CJIക്കും കൂടി എതിർക്കാം. ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലായി. അപ്പോൾ തന്നെ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പാക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സുതാര്യത ഇല്ലാതായിരിക്കുന്നു. മറിച്ച് പ്രധാനമന്ത്രിയുടെ ശിങ്കിടിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയും കൂടി തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും, ബാക്കിയുള്ള ആൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും. എന്നിട്ട് അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ അത് എത്രത്തോളം സുതാര്യമായിരിക്കും? അങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് പോലെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംഘടിപ്പിക്കേണ്ടത്? ഈ അപ്പോൾ അധികാരത്തിലിരിക്കുന്നവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. 15-ാം തീയതി എന്തായാലും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തീരുമാനിക്കപ്പെടുന്ന ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയാനിരിക്കുന്നു. അവരീ പറയുന്നതാണൊക്കെ പൂർണ്ണമായും സർക്കാരിൻ്റെ അടിമകളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് BJP പോകുന്നത് 24-ലെ. അത് വളരെ നിർണായകമായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയായിരിക്കും ഇവരെ എടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ആശങ്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഭരണഘടനാ ലംഘനവും നടത്താൻ സാധ്യതയുള്ളൊരു പാർട്ടിയായിട്ട് BJP ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. ഭരണഘടനാ ഓഫീസുകളെ അവരവരുടെ ഉപകരണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഭരണഘടനയിൽ തന്നെ വിശ്വാസമില്ലാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി. അവരേതറ്റം വരെയും ഇത്തരം കാര്യങ്ങളിൽ പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തീരുമാനിക്കുന്ന കാര്യങ്ങളിനകത്ത് ആശങ്കയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാജിയിൽ വളരെ ദുരൂഹതയും ഞാൻ സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ അങ്ങനെയുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അത് പറയേണ്ടത് ഗോയലാണ്. അദ്ദേഹം ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അത്രത്തോളം അതേക്കുറിച്ച് അല്ലെങ്കിൽ രാജീവ് കുമാർ കാരണമാണ്, അഭിപ്രായ ഭിന്നത കാരണമാണ് എന്നൊക്കെയുള്ളത് വെറും അസംഷൻസ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ 3 പേരുടെയും ആ വാദത്തെ ഞാൻ തള്ളുകയാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയും ശിങ്കിടിയും കൂടി ഇരുന്ന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനകത്ത് ഒരു സെർച്ച് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. ആ സെർച്ച് കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ്. അതിൽ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, മാത്രമല്ല പേഴ്സണൽ ട്രെയിനിങ് സെക്രട്ടറി ഉണ്ട്. അവർ 2 സെപ്പറേറ്റ് പാനൽസ് ആണ്. ഈ 2 പേരുടെ, ഒരാൾ റിട്ടയർ ചെയ്തതിൻ്റെയും ഇപ്പോൾ ഗോയലിൻ്റെ ഒഴിവും, ഈ 2 സെപ്പറേറ്റ് പാനൽസ്, അത് 5 പേരുടെ വീതം പേരുകളുള്ള പാനലുകൾ ഈ സെർച്ച് കമ്മിറ്റി അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കി കൈമാറാൻ പോവുകയാണ്. അതിനുശേഷമാണ് സാർ നേരത്തെ സൂചിപ്പിച്ച ഈ ശിങ്കിടി എന്ന് സൂചിപ്പിച്ച ആ സെലക്ഷൻ കമ്മിറ്റി വരാൻ പോകുന്നത്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി, പിന്നെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന കേന്ദ്രമന്ത്രി, അതെ, പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന കേന്ദ്രമന്ത്രിമാർ തന്നെയാണല്ലോ ആ ഒരു മന്ത്രിസഭയിൽ തന്നെ ഉള്ളത്. അപ്പോൾ അതിൽ എല്ലാവരും ഏകാഭിപ്രായമുള്ളവരാണ്, ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ വെറും ദുരുപദിഷ്ടമായ ചില വാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ വലിയ രീതിയിൽ കാര്യമായി കാണുന്നുമില്ല. അപ്പോൾ അതിൽ ആധിർ രഞ്ജൻ ചൗധരിയും പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും വരുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. 2 ഇലക്ഷൻ കമ്മീഷണർമാരെ അടിയന്തരമായി നിയമിക്കേണ്ട സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം. ഈ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും രാഷ്ട്രപതിക്ക് അത് കൈമാറുക. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗം 13, 14 തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ നടക്കുക. 15-ാം തീയതിക്ക് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. അത് ഏപ്രിൽ, മെയ് മാസങ്ങളിലായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. അതാണ് ഇനി നടക്കേണ്ട പ്രോസസ്സ്. ഇനി അരുൺ ഗോയൽ എന്തിന് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു? അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, മറ്റു ചില കാരണങ്ങളാലാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ്, അങ്ങനെയാണല്ലോ നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്, ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഊഹാപോഹങ്ങളിൽ അഭിരമിക്കേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ പേഴ്സണൽ റീസൺ സൈറ്റ് ചെയ്തുകൊണ്ടാണ് അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും അതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഗോയലും രാജീവ് കുമാറും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളിലും കൃത്യമായി അങ്ങനെ ഒരു കാര്യം പുറത്തു വരാത്തിടത്തോളം അതിനെ അംഗീകരിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. പിന്നെ ഓരോ തീരുമാനങ്ങൾക്കും കൃത്യമായ മിനിറ്റ്സ് ഉണ്ട്. ആ തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രേഖയില്ലാത്ത ഒന്നും, എല്ലാം വായുവിൽ വരച്ച വരമായി മാത്രമായി നിൽക്കുന്ന ഒരു സംവിധാനമല്ല കേന്ദ്ര സർക്കാരിനുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മിനിറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഇന്റേണൽ ഡിസ്കോഡ് ഉണ്ടോ, ക്രൂഷ്യലായിട്ടുള്ള യോഗങ്ങൾ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ സാക്ഷാൽ ഗോയൽ തന്നെ വെളിപ്പെടുത്തട്ടെ. എന്തായാലും മികച്ച ഒരു IAS ഓഫീസറായിരുന്നു അദ്ദേഹം. വഹിച്ച പദവികളിൽ ഇതിലേക്ക് വന്നതിന് ശേഷമൊന്നും അദ്ദേഹത്തെക്കുറിച്ച് വേറെ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സ്വാഭാവികമായും പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി നിയമിക്കുന്ന 2 കമ്മീഷണർമാർ അവരാരാണ് എന്ന് വന്നതിന് ശേഷം അവരെക്കുറിച്ച് കമന്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ഉത്തരം. കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും? എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രധാനമന്ത്രി ശിങ്കിടിയും ഞാൻ പക്ഷേ സുജിയ, സെർച്ച് കമ്മിറ്റിയിലായാലും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ സംഘമായാലും അത് ഭരണപക്ഷമാണ് തീരുമാനമെടുക്കുന്നത്. ഭരണപക്ഷം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മോശമായിരിക്കും എന്നുള്ള ഒരു മുൻധാരണയുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും പറയാം. അതിനകത്തൊരു മുൻധാരണ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം.
കാരണം അത് മുൻധാരണ അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ് അല്ലല്ല, ആ തെറ്റിദ്ധാരണ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ, അല്ല, വസ്തുതയുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഒരു മിനിറ്റ് ഉണ്ട്. സ്മൃതി, നമുക്ക് ഒരു മിനിറ്റ് മുൻധാരണയല്ല, നമുക്ക് അനുഭവമുണ്ട്. ഒരു മിനിറ്റ്. അതെ, ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അതെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 2014 പിന്നെ 14 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഒരു ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്, NJYC. ഈ കമ്മിറ്റി എന്തിനാണ് കൊണ്ടുവന്നതെന്നറിയാമോ? സംസ്ഥാനത്തെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്? കൊളീജിയം വഴിയാണല്ലോ നിയമിക്കുന്നത്. ആ കൊളീജിയം വഴി വേണ്ട, ഇനിയിപ്പോൾ സർക്കാർ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് പാസ്സാക്കിയത്. 2 സഭയിലും പാസ്സായി കേട്ടോ ആ ബില്ല് 2014. അതായത് അധികാരത്തിൽ വന്ന് 3 മാസത്തിന് ശേഷം, മെയിൽ അധികാരത്തിൽ വന്നു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ. എന്താണ് അത്ര വലിയ തിടുക്കത്തോടുകൂടി ജുഡീഷ്യറിയെ പിടിക്കുന്നത്? ജുഡീഷ്യറിയെ പിടിച്ചിട്ട് ഇത് പാസ്സാക്കിയെന്ന് മാത്രമല്ല, പാസ്സാക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചുണ്ട് ജുഡീഷ്യറിയുടെ, സുപ്രീം കോടതിയുടെ. അതിനകത്ത് നമ്മുടെ ഈ ജസ്റ്റിസ് കെ എം ജോസഫ്, മലയാളിയായിട്ടുള്ള കെ എം ജോസഫ്, മദൻ ലോക്കൂർ അടക്കമുള്ള ജഡ്ജിമാർ, ആ ജഡ്ജിമാർ 5 പേര് കൂടി ഇരുന്നിട്ടുണ്ടല്ലോ, ഇതങ്ങ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് കൊളീജിയം അപ്പോയിൻറ്റ് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും കൊളീജിയം തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഈ പറയുന്ന ജുഡീഷ്യറിയെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് താല്പര്യമുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ശേഷം ഇപ്പോൾ അവസാനം നടന്നിരിക്കുന്നത് എന്താണെന്നേ? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് തുടങ്ങി. 3 മാസം മുമ്പ് ഡിസംബറിലാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ എങ്ങനെയാണ് തീരുമാനിക്കുന്നുള്ളതിന് പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന്, പുതിയൊരു നിയമം കൊണ്ടുവന്ന് പാസ്സാക്കിയിരിക്കുന്നത്. എന്താണ് ആ കമ്മിറ്റി എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ. അങ്ങനെ ഉണ്ടോ? പ്രധാനമന്ത്രി, ഈ ക്യാബിനറ്റിൽ എല്ലാവർക്കും തുല്യം. പ്രധാനമന്ത്രിക്ക് ആയിക്കോട്ടെ, ക്യാബിനറ്റ് മന്ത്രിയാണ് പ്രധാനമന്ത്രി പറഞ്ഞാൽ അങ്ങനല്ല, അത് ഓക്കെ. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ക്ലോസിന്റെ സവിശേഷത നോക്കൂ. അത്രയും പോലും വിശ്വാസമില്ലെന്ന് ഞാൻ പറയുന്നത്. അതായത് പ്രധാനമന്ത്രി, ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി വെച്ചിട്ട് ഈ കാര്യത്തിനകത്ത് പാർലമെന്ററി കാര്യമന്ത്രി എന്നങ്ങ് എഴുതാമല്ലോ. പാർലമെന്ററി കാര്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എഴുതാം. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ലോ മിനിസ്റ്റർ. അങ്ങനല്ല ക്ലോസ്. പ്രധാനമന്ത്രി, പിന്നെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, അത് കഴിഞ്ഞിട്ട് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അപ്പോൾ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയും കൂടി നേരത്തെ അങ്ങ് തീരുമാനിക്കുമല്ലോ. പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് നേരത്തെ എങ്ങനെയാ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. നിയമമന്ത്രി സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സാർ. ആയിക്കോട്ടെ, നിയമമന്ത്രി വേണമെന്നേ, പാർലമെന്ററി മന്ത്രി, കാര്യമന്ത്രി ആകാമല്ലോ. നിയമമന്ത്രിയും ബന്ധപ്പെട്ട സമിതിയും വെക്കുന്ന പാനൽ വെച്ച് തന്നെയാണ് സാർ ഇവർ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഇവർ കൊണ്ടുവരുന്ന പേരല്ല. അല്ല, വേണ്ട, അതിനൊന്നും സമയം മെനക്കെടുത്താൻ പ്രധാനമന്ത്രിക്കും ഇല്ല. പ്രധാനമന്ത്രിക്ക് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. ആയിക്കോട്ടെ, അതങ്ങനെ എങ്ങനെയാ സംഘടിപ്പിക്കുക? നിങ്ങളിപ്പോ താഴത്തുള്ള ആളോട് പറയാണ് നമുക്ക് ഇഷ്ടമുള്ള 5 പേരുടെ പാനൽ, അല്ലാതെ അത് അങ്ങനെയാണ് വരിക. അല്ലാതെ ഈ പറയുന്ന നിങ്ങളുടെ ഗുഡ് ബുക്കിലുള്ള ആളുകൾ തന്നെയായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. അവരെയൊക്കെ കൃത്യമായിട്ട് BJPക്ക് അറിയാം, അത് കോൺഗ്രസിനും അറിയാം. ആ ആളുകളെ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക, അവർ തന്നെയായിരിക്കും മുകളിലോട്ട് വരിക. അതിൽ നിന്ന് പിന്നെ ഇവരാണ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ സർവീസ് റെക്കോർഡ്സിനകത്ത് എതിർ ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള ആളിലോ വഴങ്ങാതെ നിൽക്കുന്ന ആളിലോ ഒന്നും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ വളരെ കൃത്യം ഓപ്പറേഷൻ ആയിരിക്കും. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ സർ, ഓക്കെ. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം 3 പേർ യെസ് എന്നാണ്, ഞാൻ നോ എന്നാണ് പറഞ്ഞത്. എന്താണ് ചോദ്യം? അരുൺ ഗോയലിന്റെ രാജിയിൽ ആശങ്കയുണ്ട് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിപ്പിക്കാം. മൊത്തം കാര്യങ്ങൾ ആശങ്കകളുണ്ട്. എനിക്ക് ആശങ്കയില്ല. നമ്മളൊരു സംവിധാനത്തിൽ വിശ്വസിക്കണം, അപ്പോൾ ആശങ്ക ഉണ്ടാവില്ല. നമുക്ക് ആശങ്കയില്ലാത്ത ഒരു രാത്രി പ്രേക്ഷകർക്ക് ആശംസിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.